Okay, we are live again. Hello everyone. പലരും ഞങ്ങളെ വാച്ച് ചെയ്യുന്നത് റെക്കോർഡ് സെഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ ലൈവായിട്ട് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എൽസി. ഞാൻ ഒരു നേഴ്സാണ് ബൈ പ്രൊഫഷൻ. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ സൺഷൈൻ കോസ്റ്റൽ ഫാമിലിയായിട്ട് സെറ്റിൽ ആയിരിക്കുന്നു. ഹസ്ബൻഡും 2 ഗ്രോൺ അപ്പ് ബോയ്സും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ ലൈവ് സെഷനിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ബിസിനസ് അസോസിയേറ്റ്സ് ആണ്. നമ്മൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ്, പല പ്രൊഫഷനുള്ള ആൾക്കാരാണ് നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 2 പേരും കൂടി ആയിട്ടാണ് ഞങ്ങൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ മീറ്റിംഗിൽ വരാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നത് തന്നെ 100% ഫ്ലെക്സിബിലിറ്റിയിലാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് തന്നെ. അപ്പം നമ്മുടെ അവൈലബിലിറ്റിയിൽ ഉള്ള 2 പേര് എൻ്റെ കൂടെ ഈ ബിസിനസ് ചെയ്യുന്ന 2 ബിസിനസ് അസോസിയേറ്റ്സ് ആണ് ഇപ്പൊ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഈ ബിസിനസ് എന്താണ്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് എല്ലാവർക്കും ഉള്ളതാണോ, ഇതിനകത്ത് പ്രീവിയസ് എക്സ്പീരിയൻസ് വേണോ, ഇതിനകത്ത് ടെക് എക്സ്പേർട്ട് ആകണോ, അങ്ങനെ ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് പേജ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരിയേറെ ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യനുകളെല്ലാം ഞങ്ങൾ പേഴ്സണലി ഓരോരുത്തരോടും ടോക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടെ ഞങ്ങൾ ഇങ്ങനെ മീറ്റിംഗ് ചെയ്യാറുണ്ട്. ലൈവ് സെഷൻ വന്നിട്ട് കോമൺലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് ഞങ്ങൾ എന്തിന് നമുക്ക് നല്ലൊരു പ്രൊഫഷനുണ്ട്, നല്ലതായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്, ആ ഒരു ജോലി നിൽക്കെ നമ്മൾ ഫാമിലി കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ, ഫാമിലി ടൈം കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് പബ്ലിക്കിന്റെ അടുത്ത്, നമ്മുടെ ഓഡിയൻസിന്റെ ഇടയ്ക്കുന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയും ക്ലാരിഫൈ ചെയ്യുകയും ഈ ബിസിനസ് എന്താണെന്നും ഇതിനെക്കുറിച്ച് ഉള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ലൈവ് സെഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു നേഴ്സാണെന്ന്. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് നേഴ്സിംഗ് ജോലി ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സൺഷൈൻ കോസ്റ്റിൽ ക്ലിനിക്കൽ നേഴ്സ് കൺസൾട്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു പ്രൊഫഷനും നല്ലൊരു ഇൻകം ഉണ്ടായിരിക്കെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാൻ തന്നെ ഒരു ബേസിക് കാരണങ്ങളുണ്ട്. കാരണം നമുക്ക് ഒരു സൈഡ് ഇൻകം, ഒരു പ്ലാൻ ബി അത്യാവശ്യമാണെന്ന് എൻ്റെ ലൈഫ് ജേർണിയിൽ നിന്ന് ഞാൻ 1-2 സെനാറിയോസിൽ മനസ്സിലാക്കിയ ഒരാളാണ്. കാരണം നമുക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി വയ്യെങ്കിൽ നമുക്ക് ഫിസിക്കലി പ്രസന്റ് ആകാതെ നേഴ്സിംഗ് ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. മറ്റു പല പ്രൊഫഷനും അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു പ്ലാൻ ബി ഇൻകം വേണം എന്ന് ഞാൻ 2 തവണ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഒരു ഏർലി റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ, അമേരിക്ക, UK പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. അപ്പോൾ ആ ഒരു റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടല്ല നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നല്ല ടൈമിൽ ഏർലി റിട്ടയർമെന്റ് എടുത്ത് ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിനകത്ത് ചേർന്നത്. അപ്പോൾ എൻ്റെ കൂടെ ബെജി റോസ് ഫ്രം USA. ബെജി ഒരു IT പ്രൊഫഷണലാണ്. അപ്പൊ നല്ലൊരു ജോലി അമേരിക്കയിൽ ഉണ്ടായിരിക്കെ ബെജി ഈ ബിസിനസ് ചേർന്നിരിക്കുകയാണ്. അപ്പൊ അത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ UK നിന്നും ആൽവി ആൽവിയും എന്നെ പോലെ തന്നെ ഒരു നേഴ്സാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ നേഴ്സുമാരെല്ലാവരും ഈ ബിസിനസ് ചെയ്യുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. നേഴ്സുമാരുടെ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയാണ്. കാരണം 65-70 വയസ്സ് വരെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? അപ്പൊ അതുകൊണ്ടാണ് ഒത്തിരിയേറെ നേഴ്സസ് ഈ ഓൺലൈൻ പ്രൊഫഷൻ, ഈ ബിസിനസ് തന്നെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാരണം. അപ്പൊ തന്നെയല്ല, ഈ നേഴ്സസ് മാത്രമല്ല ചെയ്യുന്നേ എന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരു IT പ്രൊഫഷണൽ ആയിട്ടുള്ള ബെജി ഈ ബിസിനസ് ചെയ്യുന്നതും ഈ ഓൺലൈൻ ഡിസ്കഷനിൽ ജോയിൻ ചെയ്യുന്നതും. പിന്നെ സ്ത്രീകൾ മാത്രമാണോ ഈ ബിസിനസ് ചെയ്യുന്നത്, കൂടുതലും സ്ത്രീകളെയാണ് കാണുന്നത് എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ബിസിനസ് ചെയ്യുന്ന ഒത്തിരിയേറെ മെയിൽസ് ഉണ്ട്. പക്ഷെ അവർക്ക് കൺവീനിയന്റ് അല്ല ഇപ്പോഴത്തെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാനായിട്ട്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ദിസ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ലേഡീസ്. അതും കൂടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം. അപ്പൊ ഞാൻ തന്നെ സംസാരിച്ച് ഒത്തിരി നേരം തുടക്കത്തിൽ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ
ബെജിയിലേക്ക് പോവാണ്. ബെജി ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ബെജിയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് ബെജിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈസ് ദിസ് ബിസിനസ് ഫോർ എവരി വൺ? നമുക്ക് ഈ ബിസിനസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണോ, അതെയോ ഇതിന് പ്രീവിയസ് എക്സ്പീരിയൻസ് വേണോ, ടെക് എക്സ്പേർട്ട് ആണോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇത് നേഴ്സസിന് മാത്രമുള്ള ഒരു ഓൺലൈൻ ബിസിനസ് ആണോ എന്നൊക്കെയുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ബെജിയോട് ചോദിക്കാനുള്ളത്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ആണോ? അപ്പൊ അത് ഒന്ന് ബെജി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് ആൻസർ ചെയ്യാവോ? താങ്ക് യു ബെജി. Yeah, sure. Thank you, Elsie, for setting this up. എൻ്റെ പേര് ബെജി റോസ് സ്റ്റാൻലി and I live in Arizona, USA, with my husband and 2 children. എൻ്റെ മൂത്തയാള് പെൺകൊച്ചാണ്, അത് കോളേജിൽ പഠിക്കുന്നു. പിന്നെ മോൻ ഇപ്പം സീനിയർ 12th. ഞാനൊരു IT പ്രൊഫഷണലാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രൗഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ഓണറുമാണ്. ഞാനിത് ആദ്യമായിട്ട് ചെയ്യാൻ കാരണം, എനിക്ക് IT എൽസി പറഞ്ഞത് കണക്ക് തന്നെ നല്ലൊരു ജോലിയുണ്ട് ഇവിടെ. ഇത് ഞാൻ പ്ലാൻ ബി ആയിട്ട് തന്നെ ചെയ്തതാണ്. കാരണം ഇതൊരു സൈഡ് ഹസൽ. എൻ്റെ മോള് കോളേജിൽ പോയപ്പോഴാണ് ഇവിടുത്തെ കോളേജ് എഡ്യൂക്കേഷൻ എത്ര ഹൈ ആണെന്നും മനസ്സിലായത്. നമുക്ക് നമ്മുടെ റെഗുലർ ഇൻകത്തോടു കൂടി നമുക്ക് നന്നായിട്ട് ജീവിച്ചു പോകാം. പക്ഷെ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് വരുമ്പോൾ, അതായത് കോളേജ് എഡ്യൂക്കേഷൻ വരുമ്പോഴാണ് നമ്മുടെ ആ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലാൻ ബി ആയിട്ട്, അതുപോലെ ഞാൻ വിചാരിച്ചത്, എനിക്ക് വളരെ കാലമായിട്ടൊരു ബിസിനസ് ഓണർ ആകണമെന്നൊരു ആഗ്രഹവുമുണ്ട്. പക്ഷേ എങ്കിൽ നമ്മുടെ ഈ ട്രഡീഷണൽ ബിസിനസ്സിൽ എന്തുമാത്രം ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു ഈവൻ ഒരു IT കൺസൾട്ടിങ് തുടങ്ങിയാലും, ഈവൻ ഒരു ഫ്രാഞ്ചൈസി പോലത്തുള്ള സബ്വേ അല്ലെങ്കിൽ മക്ഡാനൽസ് അങ്ങനെ എന്തൊക്കെ തുടങ്ങിയാലും ഒരു 200,000 400,000 അങ്ങനെ വരും. അതുകൊണ്ടാണ് അത് നമുക്ക് സാധ്യമല്ല. അപ്പോഴാണ് ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്, എവറിത്തിങ് ഈസ് ഓൺ സോഷ്യൽ മീഡിയ. ഞാനന്ന് വിചാരിച്ച് ഞാനൊരു IT പ്രൊഫഷണലാണ്, അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് വാസ് ജസ്റ്റ് സിറ്റിംഗ് ഓൺ ദ സൈഡ്. ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഫൈൽ പിക്ചർ പോലും സെറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരമാണ് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അങ്ങനെയുള്ള ഇത് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാം, കാരണം അതിൻ്റെ ട്രെയിനിങ്, വീഡിയോ ബേസ്ഡ് ട്രെയിനിങ് അത്രയ്ക്കും സിമ്പിളാണ്. ഞാൻ IT-യിലാണ്, കൂടുതലും പേരും മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്. ഡോക്ടേഴ്സ്, റിയൽറ്റർ, നഴ്സസ്, ഫാർമസിസ്റ്റ്, ഇങ്ങനെ അധികമായിട്ടുള്ള ഫീൽഡിലുള്ള എല്ലാവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ IT-യിൽ ഉള്ളത് കൊണ്ടല്ല, ഇത് വീഡിയോ ബേസ്ഡ് ട്രെയിനിങ്. ആ ട്രെയിനിങ് ഈസ് ദാറ്റ് സിമ്പിൾ. അത് തന്നെ ഈവൻ കിൻഡർ ഗാർഡനേഴ്സിന് വരെയും ചെയ്യാവുന്ന രീതിയിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാത്ത രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ട്രെയിനിങ് എടുത്തിട്ട്, ഇത് നമുക്ക് ഓൺലി വേണ്ടത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്. ഇഫ് യു ആർ റെഡി ടു ലേൺ, വി വിൽ ലേൺ. ഇത് കൂടുതലും പിന്നെ ഇത് നമ്മുടെ ഫാമിലി ലൈഫ് കോംപ്രമൈസ് ചെയ്യുന്നില്ല. അതാണ് വേറൊരു ഗുണം. എനിക്ക് IT-യിലായതുകൊണ്ട് ഐ വർക്ക് ഫ്രം ഹോം. എനിക്ക് അവിടെ ഒരു ഓവർ ടൈമിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. നഴ്സസിന് അതുണ്ട്, പക്ഷേങ്കിൽ അന്നേരം ദേ ആർ ഓവർ ബേൺഡ്. ദേ കനോട്ട് ഡു 2 വർക്ക് വിതൗട്ട് കോംപ്രമൈസിങ് ദെയർ ഹെൽത്ത്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് പ്ലാൻ ബിയിലേക്ക് വരുന്നത്. അപ്പോൾ ഏതൊരു ഫീൽഡിലുള്ളവർക്കും ഇഫ് ദേ ആർ റെഡി ടു ലേൺ ചെയ്യാമെങ്കിൽ ദേ വിൽ ലേൺ. അതേപോലെ ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്കിനും വി വിൽ ബി സക്സസ്ഫുൾ. ഇതിൻ്റെ അകത്ത് ഡെയിലി പീപ്പിൾ ആർ ജോയിനിങ് ദിസ് ബിസിനസ്. അതേപോലെ തന്നെ വി ആർ ഗ്രോയിങ് എവറി ഡേ. അതുപോലെ നമ്മൾ കാണുവാണെങ്കിൽ ഞങ്ങൾ 3 പേരും 3 കൺട്രീസിലാണ് നിന്നാണ് ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൽവി ആണെങ്കിൽ UK, എൽസി ആണെങ്കിൽ ഓസ്ട്രേലിയ, ഞാനാണെങ്കിൽ USA. അത് തന്നെ ഷോ ചെയ്യുന്നത് ഇത് എല്ലാവർക്കും, ഏത് ഫീൽഡിലുള്ളവർക്കും അതേപോലെ തന്നെ എവിടെ ഇരുന്നും, ഗ്ലോബലി എവിടെ ഇരുന്നും വർക്ക് ചെയ്യാം. അതേപോലെ നമ്മൾ ഇതാണ് ഈ ഇപ്പോഴത്തെ ഇന്റർനെറ്റ്, ഇത് സോഷ്യൽ മീഡിയയുടെ ഗുണം തന്നെ. നമ്മളെല്ലാവരും വി ആർ ഫ്രം ഡിഫറെന്റ് കൺട്രി ഇൻ ഡിഫറെന്റ് ടൈം ഫ്രെയിം. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലൊക്കെ ഇത് നമുക്ക് ഒരു ഓഫീസില്ല, അതിന് പകരം നമ്മൾ ഫോൺ ഓർ ലാപ്ടോപ്പ്, എവിടെ ഇന്റർനെറ്റ് ഉള്ള എവിടെ ഇരുന്ന് നമുക്കിത് വർക്ക് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഗുണം, ഫ്ലെക്സിബിലിറ്റി. ഇപ്പം ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് ഞാനിതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അത് കാണിക്കുന്ന നമ്മുടെ ഓർഡിനറി ജോലിയോട് കൂടെ തന്നെ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. അത് തന്നെ നമ്മുടെ ഞാനിതിൽ നിന്ന് പഠിച്ചത് എൻ്റെ ഒരു പ്രൊഫഷണൽ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ്. ഐ ക്യാൻ കം ഓൺ ടു ദ ലൈവ്
ഇത് ഞാൻ നേരത്തെ ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ ലൈവിൽ വരാനും അതുപോലൊക്കെ തന്നെ നമ്മുടെ കൂടെയുള്ള ഒത്തിരി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, നമുക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനും ഞാൻ LC ഒന്നും കണ്ടിട്ടില്ല, ബട്ട് ഓൺലി ത്രൂ അവർ ബിസിനസ് കോണ്ടാക്ട്, ഓൺലി ത്രൂ ദിസ് കണക്ഷൻ വി ആർ ഗെറ്റിംഗ് ടു നോ സോ മെനി പീപ്പിൾ അറൌണ്ട്. അത് പിന്നെ പറയാൻ പറ്റുന്നത്, yes, this is for everybody, any field, anywhere, anybody can work on this legitimate business. Back to you, LC. താങ്ക് യു ബെജി. ബെജി പറഞ്ഞതുപോലെ ഏതൊരാൾക്കും, ഏതൊരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരാൾക്കും, ഏതൊരു ഗ്ലോബൽ ബിസിനസ് ആയതുകൊണ്ട് ഇപ്പൊ തന്നെ 3 കൺട്രിയിൽ ഇരിക്കുന്ന നമ്മൾ ഒരിക്കലും കാണത്തില്ലായിരുന്നു ഇങ്ങനെയൊരു, നമ്മൾ പരിചയപ്പെടാനേ പോകുന്നില്ല ഇങ്ങനെയൊരു ബിസിനസ്സിൽ നമ്മൾ ബിസിനസ് അസോസിയേറ്റ്സ് ആയിരുന്നില്ലെങ്കിൽ അല്ലെ. ഇപ്പൊ ആ ഒരു ഗ്ലോബൽ ഓൺലൈൻ ബിസിനസ് എന്നുള്ളത് തന്നെ ഒത്തിരിയേറെ നല്ലതാണ്. കാരണം നമ്മളെല്ലാവരും ഫിസിക്കലി നമുക്ക് പ്രസന്റ് ആയിട്ടുള്ള ഓരോ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബെജിക്ക് വർക്കിംഗ് ഫ്രം ഹോം ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും IT ആയതുകൊണ്ട്, പക്ഷെ നേഴ്സസിന് ഒരിക്കലും സാധിക്കത്തില്ല. അതുപോലെ തന്നെ എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സ് പോലും ആ കോവിഡ് സമയത്ത് കുറച്ച് നാളത്തേക്ക് വർക്ക് ഫ്രം ഹോം എടുത്തു. പക്ഷെ അന്നൊക്കെ സ്റ്റുഡൻസിന്റെ പേരൻസും ഒത്തിരിയേറെ സ്ട്രഗിൾ ചെയ്തു. കാരണം ആ സ്റ്റുഡൻസിന് ആ ഒരു സെയിം എഡ്യൂക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല ആ ടീച്ചേഴ്സ് വർക്ക് ഫ്രം ഹോം എടുത്ത സമയത്ത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഒത്തിരിയേറെ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാർക്കും വർക്ക് ഫ്രം ഹോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ പോലും അതിനകത്ത് 100% ഫ്ലെക്സിബിലിറ്റി ഇല്ല. കാരണം അതിനകത്തും വർക്ക് ഫ്രം ഹോം ആണെങ്കിലും അതിനകത്തും സൈൻ ഇൻ ചെയ്യണം, അതിനകത്ത് സൈൻ ഔട്ട് ചെയ്യണം, അതിനകത്തും ടാർഗറ്റ് മീറ്റ് ചെയ്യണം അല്ലെ, നമ്മുടെ KPIs മീറ്റ് ചെയ്യണം. കാരണം നമുക്കൊരു ബോസ് ഉണ്ട്, നമുക്ക് റിപ്പോർട്ട് കൊടുക്കാനായിട്ട്. ഈ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും വി ആർ അവർ ഓൺ ബോസ്. നമുക്ക് ഒരു ബോസിന് ഒരു റിപ്പോർട്ട് കൊടുക്കാനില്ല, നമുക്ക് സൈൻ ഇൻ ഇല്ല, സൈൻ ഔട്ട് ഇല്ല, നമുക്ക് അലാം സെറ്റ് ചെയ്ത് എണീക്കേണ്ട കാര്യമില്ല. അയ്യോ ജോലിക്ക് പോകണം, 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ജോലിക്ക് സൈൻ ഇൻ ചെയ്യണം, അതിനുവേണ്ടി അലാം വെച്ച് എണീക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കൊരു റിപ്പോർട്ടും കൊടുക്കാനില്ല. ഇന്ന സമയത്ത് ഇന്ന ദിവസം നീ ബിസിനസ്സിനകത്ത് വർക്ക് ചെയ്തില്ലല്ലോ എന്ന് നമ്മളോട് ചോദിക്കാനായിട്ട് നമുക്കൊരു ബോസ് ഇല്ല. നമ്മുടെ 100% ഫ്ലെക്സിബിലിറ്റിയിലാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. നമുക്ക് ഒരു ദിവസം വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് സമയം അവൈലബിൾ ആണെങ്കിൽ അതും ഇന്ന സമയത്ത് ചെയ്യണം എന്ന് പോലെ പോക്കറ്റ്സ് ഓഫ് ഫ്രീ ടൈം അവൈലബിൾ അല്ലാത്ത ഒരാളും ഈ ലോകത്തില്ല. കാരണം എവരിബഡി ഹാസ് 24 hours ടു സ്പെൻഡ്. ആ 24 hours-നകത്ത് 5 minutes, 10 minutes, 20 minutes ഒക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ടൈം ഇല്ലാത്ത ആൾക്കാരില്ല. നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം നമ്മുടെ ആ 24 hours-നകത്ത് എവിടെയെല്ലാം നമ്മളെ പോക്കറ്റ്സ് ഓഫ് ഫ്രീ ടൈം നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വെറുതെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കളയുന്നു എന്നുള്ളത്. ആ സ്ക്രോൾ ചെയ്യുന്ന ആ സമയം നമ്മൾ വിത്ത് പർപ്പസോട് കൂടി സ്ട്രാറ്റജിക്കലി നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴാണ്, അതിനകത്ത് ആ സോഷ്യൽ മീഡിയയിൽ സ്ട്രാറ്റജിക്കലി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അത് ആ സ്ട്രാറ്റജിക്കലി എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനും ഫുൾ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്ക് അതെങ്ങനെ വൈസായിട്ട് സ്മാർട്ടായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതും, അല്ലെങ്കിൽ വേസ്റ്റായി പോകുന്ന പോക്കറ്റ്സ് ഓഫ് ഫ്രീ ടൈം എങ്ങനെ വൈസായിട്ട് സ്മാർട്ട് വേയിൽ യൂട്ടിലൈസ് ചെയ്ത് ഈ ബിസിനസ്സിൽ നിന്നും ഓൺലൈനിൽ നിന്നും എങ്ങനെ ഇൻകം നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതുമാണ് നമ്മൾ ഈ ബിസിനസ്സിനകത്ത് പഠിച്ച് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നല്ലൊരു അഡീഷണൽ ഇൻകത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡൗൺ ദ ട്രാക്ക് നമ്മളൊരു ലെവൽ 4 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് 5 figure ഇൻകത്തിനകത്താണ് കയറുന്നത്. അപ്പൊ അത്രയും ഒരു ഇൻകം നമ്മുടെ ഓൺ ഫ്ലെക്സിബിലിറ്റിയിൽ 100% ഫ്ലെക്സിബിലിറ്റിയിൽ എങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ്സിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഞങ്ങളിപ്പോ ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓഡിയൻസ് ചിന്തിക്കേണ്ടത് എന്താ ഈ ഓൺലൈൻ ബിസിനസ്, അതിനെക്കുറിച്ച് അവരൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 51 year old ആയ മൾട്ടിനാഷണൽ കമ്പനിയോട് കൂടെ അഫിലിയേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി അഡ്വർടൈസ്മെന്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ എന്നിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന ബിസിനസ് വോളിയം അനുസരിച്ച് നമുക്ക് ഹൈ ടിക്കറ്റ് കമ്മീഷൻസ് നമുക്ക് കിട്ടുവാണ്. നമുക്ക് ഇതിനകത്ത് പ്രോഡക്റ്റ് സെല്ലിങ്ങോ മാർക്കറ്റിങ്ങോ പ്രൊമോഷനോ ഇല്ല. അപ്പൊ 100%
റിസ്ക് ഫ്രീ ആണ്. കാരണം നമുക്ക് ഓൾറെഡി ഓരോ പ്രൊഫഷനുണ്ട്, നമുക്ക് വേറെ ഫിസിക്കലി പ്രസന്റ് ആവേണ്ട ജോലികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷനോ സെല്ലിങ്ങോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുതന്നെയല്ല അതിനകത്ത് ഇൻട്രസ്റ്റഡും ഇല്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെയൊന്നുമില്ല. കമ്പനി മെഡിക്കലി ഗ്രേഡഡ് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം അവർ ഡയറക്റ്റ് പ്രോഡക്റ്റ് സെല്ല് ചെയ്തോളും. നമുക്ക് അതിനകത്ത് നമുക്ക് പ്രോഡക്റ്റ് സെല്ലിങ്ങിനകത്ത് നമുക്ക് പാട്ടില്ല. നമ്മൾ ഓഫർ ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പൊ 100% എല്ലാവർക്കും അത് സ്യൂട്ടബിൾ ആണ്. അതുകൊണ്ടാണ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാർ ഈ ബിസിനസ്സിനകത്തേക്ക് വരുന്നത്. അപ്പൊ പിന്നെ വേറെ ചിലർ ചിന്തിക്കാം, ഇത് ലീഗൽ ആണോ? തീർച്ചയായിട്ടും 100% ലീഗൽ ബിസിനസ് ആണ്. ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പറൊക്കെ എടുത്ത് ബിസിനസ് നെയിം രജിസ്റ്റർ ചെയ്തിട്ട് ഫുള്ളി ലീഗൽ ആയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ UK-യിലും ആ നിയമങ്ങൾ പാലിച്ച് ആണ് ആൽവി ചെയ്യുന്നത്. ബെജി USA ചെയ്യുന്ന USA നിയമങ്ങൾ പാലിച്ചാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്നത്. 100% ലീഗലാണ്. നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകം ഫുള്ളി ടാക്സബിൾ ഇൻകം ആണ് നമ്മൾ ഏൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ആരും സംശയിക്കേണ്ട കാര്യമില്ല. ഈ വെച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോ ബേസ്ഡ് ട്രെയിനിങ്ങും പിന്നെ ഒരു 1-to-1 മെന്ററിങ് സിസ്റ്റവും ഉള്ളത് കൊണ്ട് ഈ ബിസിനസ് ഏതൊരാൾക്കും സക്സസ്ഫുള്ളി റൺ ചെയ്യാനായിട്ട് സാധിക്കും, അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ചോദിക്കാനുള്ളത് ആൽവിയോടാണ്. ആൽവി UK-യിൽ നിന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. അപ്പം ആൽവിയോട് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ബിസി പ്രൊഫഷണൽസ് അഡീഷണൽ ഇൻകം ഏൺ ചെയ്യാനായിട്ട് ഈ ഓൺലൈൻ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത്. ഈ ഓൺലൈൻ ബിസിനസ് എങ്ങനെ ബിസി പ്രൊഫഷണൽസിനെ ഹെൽപ്പ് ചെയ്യുന്നു അഡീഷണൽ ഇൻകം ഏൺ ചെയ്യാനായിട്ട്? നമ്മളൊക്കെ ഒരു ചെറിയൊരു അഡീഷണൽ ഇൻകത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് ഗെറ്റ് റിച്ച് സ്കീം അല്ല, നമ്മൾ ഒരു ഓവർ നൈറ്റിൽ റിച്ച് ആകുന്ന ഒരു സ്കീം അല്ല എന്ന് നമ്മൾ എപ്പോഴും എംഫസൈസ് ചെയ്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ സ്ലോലി ഇത് ബിൽഡ് ചെയ്യുവാണ്. നമുക്കൊരു ചെറിയ അഡീഷണൽ ഇൻകത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ മെനി അവേഴ്സ് വർക്ക് ചെയ്യാനല്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അഡീഷണൽ ഇൻകത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഫുൾ ടൈം സാലറിയുടെ ഇൻകം തന്നെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഈ ഓൺലൈൻ ബിസിനസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആൽവിയോട് ചോദിക്കാനുള്ളത് ഈ ഓൺലൈൻ ബിസിനസ്സിൽ നിന്നും ഇൻകം ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് ബിസി പ്രൊഫഷണൽസിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത്. ഓവർ ടു യു ആൽവി. Thank you, Elsie, for inviting to this page, and Happy New Year to all those who are watching. ഫസ്റ്റ് ഓഫ് ഓൾ 2026 എല്ലാവർക്കും എല്ലാ നന്മകളും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് അൽവി, ഞാൻ UK-യിലാണ്, ഒരു ഫുൾ ടൈം നേഴ്സാണ്, അതോടൊപ്പം 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ ആസ് എ ബിസി മോം ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഞാൻ സംസാരിക്കുകയാണ്. ഏതൊരു ബിസി പ്രൊഫഷണൽസിനും അവരുടെ ജോലിയോടൊപ്പം തന്നെ വിത്തൗട്ട് കോംപ്രമൈസിങ് അവർ ജോബ് ആൻഡ് അവർ ഫാമിലി ടൈം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒത്തിരി അധികം പ്രൊഫഷണൽസ് ആയിക്കോട്ടെ നോൺ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ജോലിയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പല ആളുകളും ചിലപ്പോൾ വിത്ത് അവരുടെ ഒരു ഫുൾ ഇന്റൻഷനോട് കൂടി ആയിരിക്കില്ല, അല്ലെങ്കിൽ വിത്ത് ഫുൾ ഹാപ്പിനെസ്സോട് കൂടി ആയിരിക്കില്ല ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ച് മൈഗ്രൻസ് ആയിട്ട് വന്നവർ, നാട്ടിലൊക്കെ നല്ല പ്രൊഫഷണൽ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ ഈ ഒരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അവർ പ്രതീക്ഷിച്ച ആ രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഫാമിലിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് ഏർണിങ്സ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ജോലി ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ തന്നെ നമുക്ക് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആരും തന്നെ മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല എങ്കിൽ പോലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വിത്തൗട്ട് എക്സ്പീരിയൻസ് ആർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന 100% നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നതിൻ്റെ റീസൺ തന്നെ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ്. അതായത് നമുക്കൊരു ഏതൊരാൾക്കും പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും അവർക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്ങും, എല്ലാ മെന്റർഷിപ്പ് വിത്ത് കോച്ച്, വിത്ത് കമ്മ്യൂണിറ്റി സപ്പോർട്ട്, അപ്പൊ എല്ലാ രീതിയിലുള്ള റിസോഴ്സസ് ഈസ് അവൈലബിൾ ദർ. നമ്മളത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ബേസ് ആണ് നമ്മുടെ സക്സസ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ പ്രൊഫഷണൽസും ബിസി പാരൻസും ഒക്കെയാണ്. നമ്മൾ എത്രത്തോളം കമ്മിറ്റഡ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഫോർ മീ, ഞാൻ ഇപ്പൊ UK-ല് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്
വീക്കിലി ഒരു 3 days ആണ് നമ്മൾ 12 hours ഷിഫ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഐ ഹാവ് 4 days ഓഫ് അല്ലെങ്കിൽ 3 days ഓഫ് കിട്ടുമ്പോൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച ഒരു മൈൻഡോട് കൂടിയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം എക്സ്പ്ലോർ ചെയ്യാൻ വന്നത്. സോ നമുക്ക് ഇനഫ് ടൈമുണ്ട്. ഇപ്പൊ പിള്ളേരൊക്കെ സ്കൂളിൽ വിടുന്ന വിട്ട് കഴിഞ്ഞിട്ടുള്ള ടൈം ആയിക്കോട്ടെ, ഇനഫ് ടൈം നമ്മൾ ഈ ടി വിയും കണ്ടും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് കളയുന്ന ടൈമും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരു ഇൻകം സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളൊരു വലിയൊരു റിയാലിറ്റിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് മനസ്സിലാക്കി തന്നെ. പിന്നെ നമ്മളെല്ലാവരും ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഫിയർ ഓഫ് അൺനോൺ ഉണ്ട്. നമ്മൾ ആരും തന്നെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളായിരിക്കില്ല. ഒരു ഫിയർ ഓഫ് അൺനോൺ എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബിസിനസ്സിന്റെ ഭയങ്കര പേടിയോടുകൂടി, പിന്നെ അത് ഓൺലൈൻ സ്പേസിലും കൂടി ആയതുകൊണ്ടാണ് നമ്മളത് പേടിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു ഫിയർ ഓഫ് അൺനോണിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി എടുത്ത് ഇത് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് ഉള്ള ഒരാളാണെങ്കിൽ ദേ ക്യാൻ സീ ഇതൊരു ലെജിറ്റിമേറ്റ് ബിസിനസ് ആണ്. അത് ഞങ്ങളോ നമ്മൾ ആരും തന്നെ പറഞ്ഞ് തരേണ്ട കാര്യമില്ല. യു ക്യാൻ സീ ഹൗ ദിസ് ബിസിനസ് ഈസ് റണ്ണിങ്. ഓൺലി ദ തിങ് വി ഹാവ് ടു ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് ഇത് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ കാണാം എങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നത്. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് മുതൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നത് നമുക്ക് കാണാം. സോ there is system is there to see with your eyes how is the platform is working. അല്ലാതെ നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കൊണ്ടോ അല്ല, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ആരെങ്കിലും പറഞ്ഞത് കൊണ്ടല്ല. ഐ കുഡ് സീ വിത്ത് മൈ ഐസ്. ആ ഒരു കോൺഫിഡൻറ്റ് എനിക്ക് വന്നതിന് ശേഷമാണ് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ടും വന്നത്. സോ ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് എനിക്കിത് ചെയ്യാൻ പറ്റിയതിലും ഇത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതിലും ഐ എം സോ ഗ്രേറ്റ്ഫുൾ വിത്ത് ദിസ് പ്ലാറ്റ്ഫോം. അത്രയും ഒരു സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ പോകുമ്പോൾ വി ഓൾവേസ് തിങ്ക് അബൌട്ട് സേവിങ്സ്. നമ്മളത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പൈസ സേവ് ചെയ്യുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് 1 രൂപയാണെങ്കിൽ പോലും ഇടുമ്പോൾ നമുക്കൊരു പേടിയായി ഇത് സക്സസ് ആവോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ആളുകളും ബിസിനസ്സിലേക്ക് വരാത്തത്. പക്ഷേ നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യുന്നത് സേവിങ് വിൽ ഹെൽപ്പ് അസ്. നമ്മൾ സേവ് ചെയ്യാനാണ് നമ്മുടെ സൊസൈറ്റി പഠിപ്പിച്ചേക്കുന്നത്, നമ്മുടെ പാരൻസ് പഠിപ്പിച്ചേക്കുന്നത്. ഒരു പൈസ പോലും അനാവശ്യമായിട്ട് കളയരുതെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ സേവിങ്ങിലാണ് എപ്പോഴും നമ്മൾ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ദിസ് സേവിങ് കുഡ് നമുക്കത് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്തൊന്നും വരില്ല. ബിക്കോസ് നമ്മുടെ ലൈഫ് മാറുകയാണ്, കോസ്റ്റ് ഓഫ് ലിവിങ് മാറുകയാണ്, ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ മാറുകയാണ്. ആഫ്റ്റർ ഒരു 10 years കഴിഞ്ഞ് നമ്മൾ ഇന്ന് സേവ് ചെയ്തത് വലിയൊരു എമൗണ്ട് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന പൈസ ഇറ്റ് ഈസ് നത്തിങ്. ഒരു 10 years കഴിഞ്ഞ് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാം. ഞാനിവിടെ UK വന്നിട്ട് ഒരു 5 years ആകാൻ പോവാണ്. ഒരു 5 years മുമ്പ് ഒരു മന്ത്ലി എൻ്റെ ഒരു എക്സ്പെൻസും ഇപ്പോഴത്തെ എൻ്റെ ഒരു മന്ത്ലി എക്സ്പെൻസും ഈസ് സോ ഡിഫറെൻറ്റ്. സോ അതനുസരിച്ച് നമുക്കൊരു പ്രൊഫഷണൽ ലൈഫിൽ നമുക്കൊരു ഇൻക്രിമെന്റ് ഇല്ല. നമ്മുടെ സാലറിയിലുള്ള ഇൻക്രിമെന്റ് ഇറ്റ്സ് നത്തിങ്. അത് നമ്മുടെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു സാലറി സ്കെയിലൊന്നും നമ്മുടെ പ്രൊഫഷണലിൽ ഒരു ഗ്രോത്ത് ഇല്ല. സോ ദിസ് പ്ലാറ്റ്ഫോമിൽ ബട്ട് ഇറ്റ് ഈസ് ആൻ അമേസിങ് പ്ലാറ്റ്ഫോം എന്ന് പറയാൻ കാരണം വളരെ കുറഞ്ഞ ടൈം പോലും നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ട് യു കുഡ് ഹാവ് എ ഗുഡ് സക്സസ് ലൈഫ് ഇൻ ദിസ് ജേർണി. പിന്നെ ഇതൊരു ലൈഫ് ലോങ് ജേർണിയാണ്. നമുക്ക് ഇത് മറ്റൊരു ട്രഡീഷണൽ ബിസിനസ് പോലെ ഫുൾ ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. യു ക്യാൻ വർക്ക് ഓൺ യുവർ കംഫർട്ടബിൾ സോണിൽ നിന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അത് മാത്രമല്ല ഇതിന്റെ ഒരു ഗ്രോത്ത്, ഒരു കോമ്പൻസേഷൻ പ്ലാൻ നമ്മൾ അഫിലിയേറ്റ് ചെയ്യുന്ന കമ്പനീസ് തരുന്ന ഒരു കോമ്പൻസേഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഒരു വെരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ പ്ലാൻ ആണ്. നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഒരു പ്രൊഫഷണൽ സാലറി സ്കെയിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ കിട്ടുന്ന ഒരു കോമ്പൻസേഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അമേസിങ്. അതുകൊണ്ടാണ് ഒത്തിരി ആളുകൾ, പ്രൊഫഷണൽ ആളുകൾ ഈ ഒരു തിങ്കിങ്ങിലാണ്. ആ ഒരു റിയലൈസേഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ക്വാളിറ്റി ടൈം ഈ വർക്ക് ചെയ്തുകൂടാ. ആ ഒരു തിങ്കിങ്ങിലാണ് കൂടുതൽ ആളുകളും ഇതിൽ വരാനും വർക്ക് ചെയ്യാനും ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് കോമ്പൻസേഷൻ പ്ലാൻ. സോ അത് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. ദെൻ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. നമ്മുടെ ടൈം, നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് കളയുന്ന ടൈമും നമ്മൾ TV കണ്ടും മൂവീസ് കണ്ടൊക്കെ കളയുന്ന ടൈം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ നമുക്ക് വേണമെങ്കിൽ എഡ്യൂക്കേഷന് യൂസ് ചെയ്യാം. എന്റർടൈൻമെന്റിനാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ആളുകളും നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ഒരു ഫ്രീ ടൈം ഇരുന്ന് അപ്പം നമ്മൾ മൊബൈൽ നോക്കിയിട്ട് നമ്മൾ റീൽസ് കാണാനും മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് കണ്ട് ടൈം നമ്മൾ കളയുകയാണ്. ദർ ഈസ് നത്തിങ് ടു ഏൺ ഫ്രം ദാറ്റ്. നമ്മുടെ ടൈം പോകുന്നു, നമ്മൾ എന്റർടൈൻഡ് ആകുന്നു എന്ന് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. ബട്ട് ഇൻ ദിസ് പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴാണ് എനിക്കത്
എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ആ ടൈം യൂസ് ചെയ്യാം എന്നുള്ളൊരു റിയലൈസേഷനാണ് എനിക്ക് വന്നത്. സോ ഇറ്റ്സ് റിയലി ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണിത്. നമുക്ക് നമ്മുടെ മണി ഗ്രോത്ത് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ ഏർലി റിട്ടയർമെന്റിനായിക്കോട്ടെ, നമ്മുടെ ഒരു എക്സ്ട്രാ ചെലവുകൾക്കായിക്കോട്ടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സോ ഇറ്റ് ഈസ് ആൻ അമേസിംഗ് പ്ലാൻ. നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത് എന്താണെന്ന് മനസ്സിലാക്കാനെങ്കിലും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് ഇത് എക്സ്പ്ലോർ ചെയ്യുക, മനസ്സിലാക്കുക. ആൻഡ് യു കുഡ് സീ ഇതെങ്ങനെയാണ് അമേസിംഗ് പ്ലാറ്റ്ഫോം ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ്സ് മൈ പെർസെപ്ഷൻ അബൌട്ട് ദിസ് പ്ലാറ്റ്ഫോം. താങ്ക് യു ഓൾ. ഓവർ ടു യു എൽസി. താങ്ക് യു ആൽവി, താങ്ക് യു. വെൽ എക്സ്പ്ലെയിൻഡ്. ആ കോമ്പൻസേഷൻ പ്ലാനിന്റെ കാര്യം ആൽവി പറഞ്ഞത് ഒത്തിരി നന്നായി. നമുക്ക് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ആ കോമ്പൻസേഷൻ പ്ലാൻ അല്ലെ. ഏതൊരു ഓൺലൈൻ ബിസിനസ് ആണ് നമുക്കൊരു പെൻഷൻ സ്കീം നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു ഓൺലൈൻ ബിസിനസ്സും ഇല്ല. ഇപ്പൊ നമുക്ക് ഇത്രയും ഒരു വെൽപെയ്ഡ് ജോലി ഉണ്ടെങ്കിൽ പോലും നമ്മളിവിടെ പെൻഷൻ ആകാനായിട്ട് 65-68 വരെ വെയിറ്റ് ചെയ്യണം. എന്നാൽ പോലും കിട്ടുന്നത് വീക്കിലി ഒരു $750 ആണ്. അതുകൊണ്ട് നമുക്കൊരു ഡീസന്റ് ലൈഫ് ഇതുപോലുള്ള രാജ്യങ്ങളിൽ നയിക്കാനായിട്ട് പറ്റും? ഒരിക്കലും സാധിക്കത്തില്ല. ആ സമയം ഈ ഓൺലൈൻ ബിസിനസ് നമുക്ക് ഓഫർ ചെയ്യുന്നതിന്റെ ഹയസ്റ്റ് ലെവൽ എത്തിക്കുമ്പോഴത്തേക്കും $5,000 പെർ മന്ത് ആണ് നമുക്ക് പെൻഷൻ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതിന്റെ നെക്സ്റ്റ് ലെവലിൽ എത്തിക്കുമ്പോഴത്തേക്കും 10,000 പെർ മന്ത്. അത്രയും നല്ലൊരു നമ്മൾ ഫുൾ ടൈം ജോലി ഈ നാട്ടിലൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു മന്ത്ലി നമുക്ക് പെൻഷൻ ഏൺ ചെയ്യാനായിട്ടുള്ള അത്രയും നല്ല ലെജിറ്റിമേറ്റ് പ്ലാറ്റ്ഫോം ആണ് ഈ ഓൺലൈൻ ബിസിനസ്. ആ ഒരു കോമ്പൻസേഷൻ പ്ലാൻ മാത്രം ഓർത്തു കഴിഞ്ഞാൽ മതി നമുക്ക് ഈ ബിസിനസ് നമുക്ക് ചേരാനും. അതിനകത്തുള്ള ആ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ആൽവി പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് സേവിങ്സ് ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു 10 years അല്ലെങ്കിൽ 20 years നമ്മുടെ ലൈഫ് സ്പാൻ അനുസരിച്ച് നമുക്ക് ഒരു ഡീസന്റ് ലൈഫ് നയിക്കാനായിട്ട് അത് ഒട്ടും ഇനഫ് ആയിരിക്കത്തില്ല. നമ്മുടെ ഒരു റെഗുലർ ഇൻകം, നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന നല്ല ആ ഒരു റെഗുലർ ഇൻകം ഒന്ന് സ്റ്റോപ്പായിട്ട് ആ സേവിങ്സിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് നയിക്കുന്ന പോലെ തന്നെ അതിൽ നിന്ന് എടുത്തൊന്ന് സ്പെൻഡ് ചെയ്ത് നോക്കിക്കുമ്പോൾ എത്ര നേരം അറിയാം, കുറച്ച് മാസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷത്തേക്ക് മാത്രമേ ആ സേവിങ്സ് കാണത്തുള്ളൂ. പെട്ടെന്ന് വെള്ളം ഡാം തുറന്നു വിടുന്നത് പോലെ നമ്മുടെ ആ ഒരു അങ്ങനെ ഡാം എങ്ങനെ എം ടി ആകുന്നോ അതുപോലെ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടും നമ്മുടെ തീർന്നു പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആ ഒരു കാൽക്കുലേഷൻ, ആ ഒരു ഡിസ്കഷൻ നിങ്ങൾ ഫാമിലിയിൽ അല്ലെങ്കിൽ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരു ജോലി കൊണ്ട് അതിൽ നിന്ന് എത്ര നല്ല ഇൻകം ഉണ്ടെങ്കിലും നമുക്ക് അതിൽ തന്നെ റിലൈ ചെയ്തുകൊണ്ട്, ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തിൽ റിലൈ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ ആ ഒരു ഇൻകം ഉണ്ടെങ്കിൽ പോലും നമുക്ക് എത്ര വയസ്സ് വരെ നമുക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റും, അതിൽ നിന്നും എന്ത് ഇൻകം കിട്ടും, അങ്ങനെ നമുക്ക് നമ്മുടെ ഫിസിക്കലി നമുക്ക് ആ ജോലി ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാൻ ബി, ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലാകും. എത്രയോ പ്രശ്നങ്ങളും കൊണ്ട്, ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ഷോൾഡർ ഇഞ്ചുറി പറ്റിയിട്ട്, ബാക്ക് ഇഞ്ചുറി പറ്റിയിട്ട് ഒത്തിരിയേറെ ആൾക്കാർ ഓൺ പ്രൊഫഷൻ ചെയ്യാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അവർ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ടൈം പാസിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലായിരിക്കും. ആ ഒരു സ്ക്രോൾ ചെയ്ത് കളയുന്ന ആ ടൈം നമ്മൾ വയസ്സായിട്ട് യൂസ് ചെയ്ത്, ഞാൻ തന്നെ ഇപ്പം ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഓഫ് ഡേയ്സിലൊക്കെ അവേഴ്സ് ആൻഡ് അവേഴ്സ്, കാരണം നമ്മൾ അറിയത്തില്ല, അതൊരു സോർട്ട് ഓഫ് ഒരു അഡിക്ഷൻ പോലെയാണ്. നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവേഴ്സ് പോകുന്നത് നമ്മൾ അറിയത്തില്ല. ആ ഒരു വേസ്റ്റ് ചെയ്യുന്ന ആ സമയം നമ്മൾ വയസ്സായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു കാര്യം, അത് എങ്ങനെ വയസ്സായിട്ട് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള ഫുൾ ട്രെയിനിങ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ റിസോഴ്സസും അവൈലബിൾ ആണ്. അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള, അതൊന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആ ഒരു വില്ലിങ്നെസ്, നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണം, നമ്മുടെ ഫൈനാൻസ് നമുക്ക് സെക്യൂർ ആക്കണം, നമുക്കൊരു ടൈം ഫ്രീഡം വേണം. ടൈം ഫ്രീഡം എപ്പോഴും ഫൈനാൻഷ്യൽ ഫ്രീഡമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അല്ലാതെ നമുക്ക് ടൈം ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ടൈം ഫ്രീഡം വേണമെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം കൂടിയേ തീരൂ. അപ്പൊ അതിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഓൺലൈൻ ബിസിനസ്. നേരത്തെ ബേച്ചി പറഞ്ഞതുപോലെ ഒരു ട്രഡീഷണൽ ബിസിനസ്സിനെ തുടങ്ങാനുള്ള ഹൈ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. അത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തതാണ്. കാരണം ഒരു ഏർലി റിട്ടയർമെന്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഞങ്ങള് പെട്ടെന്ന് വന്നത് ഒരു ഷോപ്പ് തുടങ്ങാം എന്നുള്ള ഒരു കാര്യമാണ്. 200,000 അതായിരുന്നു
ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടിരുന്ന കാര്യം. ഓക്കെ, എന്നാലും അത് ഇൻവെസ്റ്റ് ചെയ്യാം, അത് നല്ലതാണല്ലോ എന്നോർത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊസീഡിങ്സിലേക്ക് പോയതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്തത്. നമ്മൾ ലൈഫ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ടൈം ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് നോക്കുന്നത്. പക്ഷെ ഒരു ഷോപ്പൊക്കെ തുടങ്ങാന്ന് പറഞ്ഞാൽ രാവിലെ 6 o'clock തൊട്ട് നൈറ്റ് 8 o'clock വരെ അവിടെ ഫിസിക്കലി ആരെങ്കിലും ഇരുന്നാലാണ് നമുക്ക് ഇൻകം കിട്ടുക. അങ്ങനെ ഒരു ലൈഫ് അല്ലല്ലോ നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് ലൈഫ് കൂടുതൽ ഫ്രീ ആക്കാനായിട്ട്. അപ്പൊ നമ്മൾ കൂടുതൽ കോംപ്രമൈസിൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ ട്രഡീഷണൽ ബിസിനസ്സിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളി റിലാക്സ് ചെയ്ത് 100% ഫ്ലെക്സിബിലിറ്റിയിൽ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ ഓൺലൈൻ ബിസിനസ് നമുക്ക് സാധിക്കുക. തന്നെയല്ല, ഒരു ട്രഡീഷണൽ ബിസിനസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ഹോളിഡേ പോകണമെങ്കിൽ, ഈവൻ ഒരു ഡേ ട്രിപ്പ് പോകണമെങ്കിൽ പോലും അപ്പൊ ഷോപ്പ് അടച്ചിട്ടിട്ട് അല്ലെങ്കിൽ അതുപോലെ റിലേ ചെയ്യാൻ പറ്റുന്ന ഒരാളെ, ഒരു എംപ്ലോയിനൊക്കെ വെക്കുമ്പോഴത്തേക്കും അതും എക്സ്പെൻസ് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താലല്ലേ നമുക്ക് ഒരു ഹോളിഡേക്ക് പോകാനോ ഒരു ട്രിപ്പുകൾക്ക് ഒരു ഡേ ട്രിപ്പിന് പോകാനോ ഒന്നും ഒരു സാധിക്കത്തില്ല. സാധിക്കും, പക്ഷെ അവിടെ നേരം നമുക്ക് കിട്ടുന്ന ഇൻകം നമുക്ക് അവിടെ നമ്മളെ കോംപ്രമൈസ് ചെയ്യും. ആ സമയം ഇതെന്ന് പറയുമ്പോഴത്തേക്കും ബിസിനസ് ഓൺ ദ ഗോ എന്നാണ് എനിക്ക് ഈ ബിസിനസിനെ കുറിച്ച് ഒറ്റ പേരിൽ പറയാനുള്ളത്. കാരണം ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ വെച്ച് നമുക്ക് ഈ ബിസിനസ് നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും. തന്നെയുമല്ല, ഒരു 90% നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 90% ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലൂടെ റൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവേഴ്സ് ആൻഡ് അവേഴ്സ് ഈ ബിസിനസ്സിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. ട്രെയിനിങ്ങിന്റെ സമയത്ത് ഒരു 2 to 3 hours നമ്മൾ കമ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആണെങ്കിൽ അത് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ട്രെയിനിങ് എത്രയും പെട്ടെന്ന് നമ്മൾ തീർക്കുന്നോ അത്രയും പെട്ടെന്ന് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഒരു 2 to 3 hours പെർ ഡേ സ്പെൻഡ് ചെയ്യാൻ കമ്മിറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞ ട്രെയിനിങ് കഴിയുന്നതോടുകൂടി നമ്മൾ ആക്ച്വലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ നമ്മൾ കിട്ടുന്ന ഫ്രീ ടൈം നമ്മൾ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി. അതിന്റെ ഫുൾ ട്രെയിനിങ് ഉണ്ട്. പിന്നെ കോമൺലി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്സാണ്. എവരി ബിസിനസ് ഹാസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പല ലെവലുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ യുവർ ഗോൾ ആൻഡ് കപ്പാസിറ്റി. അപ്പൊ നമ്മുടെ ഗോളും നമ്മുടെ കപ്പാസിറ്റിയും അനുസരിച്ച് ഫ്രം ബേസിക് ടു ഹയസ്റ്റ് ലെവലിൽ ചൂസ് ചെയ്യാനായിട്ടുള്ള 100% ഓപ്ഷനും ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ നമുക്കുണ്ട്. അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. അല്ലാതെ നമുക്ക് ജഡ്ജ്മെന്റലായിട്ട് ഇതിന് ഹൈ ഇൻവെസ്റ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ഇത് എനിക്കുള്ളതല്ല എന്നങ്ങ് നമ്മൾ ഓൾറെഡി പ്രീ ജഡ്ജ് ചെയ്യാതെ ഇത് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങളുടെ ഓഡിയൻസിനോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഹൗ ക്യാൻ യു എക്സ്പ്ലോർ? അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഞങ്ങളുടെ പേരും ഞങ്ങളുടെ വെബ്സൈറ്റും ഈ ലൈവില് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് നിങ്ങൾ വാച്ച് ചെയ്യുന്നത് ഞങ്ങളുടെ ആരുടെയെങ്കിലും പേജിലൂടെ ആയിരിക്കും. അപ്പൊ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് പേരും ഇമെയിൽ അഡ്രസ്സും രജിസ്റ്റർ ചെയ്യാവുന്നുള്ളൂ ഫോർ ഫ്രീ. അത് കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്രീ വെബിനാർ വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആ വെബിനാറിൽ ഈ ബിസിനസിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഓവർവ്യൂ നിങ്ങൾക്ക് മനസ്സിലാകും. അത് കഴിയുമ്പോഴത്തേക്കും ആരുടെ പേജിലൂടെയാണോ വാച്ച് ചെയ്തത് അവരെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സഞ്ചറിലൂടെയും കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ബിസിനസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ബിസിനസിനെ കുറിച്ച് 100% മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ട്രെയിനിങ് കമ്പനി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഒരു $149 പേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ 149 പേ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 100% 30 day മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട് ഇഫ് യു ചൂസ് നോട്ട് ടു പ്രൊസീഡ്. അപ്പോൾ ആ 149 പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ബിസിനസിനെ കുറിച്ച് ഇത് എന്താണ് ഈ ബിസിനസ്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതെല്ലാം ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും, എന്താണ് ഇതിന്റെ ഇൻകം, എങ്ങനെ പ്രോഗ്രസ് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ ഹൈസ്റ്റ് ലെവലിൽ എത്താൻ പറ്റും, അതിലെത്തി കഴിയുമ്പോഴുള്ള പോസിബിലിറ്റീസ് ആൻഡ് പൊട്ടൻഷ്യൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ആണ്. ആ വീഡിയോസ് വാച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്നത്. യെസ്, ഐ വാണ്ട് ടു പ്രൊസീഡ് ഓർ നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. അപ്പോൾ ആ വീഡിയോസ് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് യെസ് ആണെങ്കിൽ പിന്നെ ബിസിനസ് കോച്ചുമായിട്ടുള്ള ഒരു 1-to-1 ബിസിനസ്
ഡിസ്കഷനാണ്, ഫേസ് ടു ഫേസ് ഡിസ്കസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഒഫീഷ്യൽ ബിസിനസ് ഓണർ ആവുന്നത്. അപ്പൊ ജസ്റ്റ് ഇൻ കേസ് നോ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ് എന്നുള്ളതാണ്, നോ പ്രോബ്ലംസ് അറ്റ് ഓൾ. ആ $149 നിങ്ങൾക്ക് ആ പൈസ ഞങ്ങൾക്കല്ലാട്ടോ വരുന്നത്, ഞങ്ങളുടെ സൈറ്റിൽ കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും ഞങ്ങൾക്കല്ല വരുന്നത്, ട്രെയിനിങ് കമ്പനിക്കാണ് പോകുന്നത്. കമ്പനി അത് ആ പൈസ നോ ആണെങ്കിൽ, നിങ്ങളുടെ ഡിസിഷൻ നോ ആണെങ്കിൽ അത് 100% റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ആ ഒരു വില്ലിങ്നെസ്, ഈസ് ദിസ് ഫോർ യു, അതിന് ആ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ആ ഒരു റീസൺ തന്നെ, ഒരു വൈ നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട് അല്ലെങ്കിൽ ആ ജോലിയുടെ ഒപ്പം ഒരു അഡീഷണൽ ഇൻകം വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ആ തോന്നാൻ ഒരു കാരണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾ വില്ലിങ് ആകും. എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം ഞങ്ങൾ ഈ ബിസിനസിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ പറഞ്ഞു, ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതിനകത്തുള്ള നിങ്ങൾക്ക് കോമൺലി ഉണ്ടാകുന്ന പല സംശയങ്ങളും ക്ലാരിഫൈ ചെയ്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലൈവ് ഡിസ്കഷൻ ബിസിനസിനെ കുറിച്ചുള്ള ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബെജി റോസ് യു എസ് എ എന്നും ആൽവി UK നിന്നും ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നും ജോയിൻ ചെയ്ത് ഈ ബിസിനസിനെ കുറിച്ചുള്ള ഈ ലൈവ് ഡിസ്കഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രയോജനകരമാവട്ടെ, അത് എക്സ്പ്ലോർ ചെയ്യാനും അത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡവും ഒരു ടൈം ഫ്രീഡവും അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്നും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. Okay, thank you everyone for watching us. Thank you. Bye bye. Thank you all. Thank you. Thank you. Bye bye.